കോപസ്വാമി മരിച്ചുപോയി. 33 കോടി ദേവാദികളുടെ പവറാണ് എൻ്റെ ഭർത്താവ് അവിടെ ചെന്നിരുന്നത്. പറയുന്ന നാട്ടുകാർ ഇന്ന് വരെ എൻ്റെ അച്ഛനെ തേടി ഇന്ന് വരെ അച്ഛൻ്റെ ക്ഷേമം അന്വേഷിച്ച് ഇന്ന് വരെ വന്നിട്ടില്ല. അങ്ങേര് കൂലിപ്പണിക്കാരനായിരുന്നു. സുപ്രഭാതത്തിൽ 7 പേരെ ഒറ്റ ദിവസം അയ്യോനോൻ്റെ അനിയനും കൂടി വെട്ടി അവിടെ നിന്ന് ഒളിച്ചു പോയി. ഇത് വീടല്ല, ആശ്രമമാണ്. അപ്പം ഇതിന് മുഖ്യ അധികാരമെല്ലാം ഗോപസ്വാമിക്കാണ്. ഇപ്പം സമാധിയായ ഗോപസ്വാമി വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ എന്നെ കല്യാണത്തിന് മുമ്പ് അവർ ശിവധ്യാനമാണ്. എങ്കിലും ഞാൻ ചുരുക്കത്തിൽ പറയാണ്, ഈ ക്ഷേത്രവും ഈ ഞാനും എൻ്റെ ഭർത്താവും എല്ലാം നമശ പറഞ്ഞ് മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. ഇവർക്ക് ക്ഷേത്രം വയ്ക്കണമെന്ന് ഒരു ഇതുമില്ല. അവർ മറ്റൊരു ആശ്രമം ഉണ്ടാക്കിയിട്ട് അന്വേഷിക്കണം. പിന്നെ ഇതിനകത്ത് ഗുഹയുണ്ട്, അന്വേഷിക്കണം. ഈ ക്ഷേത്രം ഇപ്പം മതിൽ കെട്ടിയപ്പോഴും ഗുഹ പൊളിച്ചത്. മതിൽ കെട്ടി എൻ്റെ പോറ്റിയുടെ ഭാര്യ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ അവളെ നിർബന്ധമാണ്, നമുക്ക് കാമ്പൗണ്ട് കെട്ടാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് അവൾ ഉരുപ്പടിയൊക്കെ കൊടുത്തു. അങ്ങനെ മതിൽ കെട്ടി. എൻ്റെ അച്ഛൻ റേഷൻ മസ്റ്ററിങ്ങിന് അങ്ങ് പോയാണ് മസ്റ്ററിങ് ചെയ്തത്. അടുത്ത് ഈ ഇടയ്ക്ക് പിന്നെ ക്ഷേമ പെൻഷന് അച്ഛന് ക്ഷേമ പെൻഷൻ ഉണ്ട്. അപ്പോൾ ക്ഷേമ പെൻഷന്റെ മസ്റ്ററിങ് അച്ഛൻ നെയ്യാറ്റിങ്കര അക്ഷയയിൽ പോയാണ് ചെയ്തത്. അപ്പം പിന്നെ കിടപ്പ് രോഗി എന്ന് എങ്ങനെ പറയാൻ നടന്നാണ് അതിനകത്ത് അവസ്ഥ അറിഞ്ഞില്ല എന്ന് പറയാൻ കാരണം കുറ്റം പറയുന്ന നാട്ടുകാർ ഇന്ന് വരെ എൻ്റെ അച്ഛനെ തേടി ഇന്ന് വരെ അച്ഛന്റെ ക്ഷേമം അന്വേഷിച്ച് ഇന്ന് വരെ വന്നിട്ടില്ല. അത്ര വൈരാഗ്യമാണ്. ഇന്നിവിടെ ഇത്രയും പേര് വന്നിട്ടുള്ള കുറ്റം പറഞ്ഞ നാട്ടുകാര് കുറ്റം പറഞ്ഞ അത് തന്നെ കുറ്റം ഇന്ന് വരെ കണ്ടിട്ടില്ല. ഈ നാട്ടിലുള്ള ആൾക്കാരല്ല ഇപ്പൊ വന്നോണ്ടിരിക്കുന്നത് കുറ്റം പറയാൻ വേണ്ടി പറഞ്ഞു. വെളിയിൽ നിന്നൊക്കെയാണ് വഴിമുഖം അങ്ങ് ബാറ്റം ദൂരെ നിന്നൊക്കെയാണ് വന്നോണ്ടിരിക്കുന്നത് കുറ്റം പറയാൻ. ബന്ധുക്കളെ അറിയിക്കാൻ സമാധി പെട്ടെന്ന് സമാധി ആവുന്ന മോനെ വിളിച്ച് ഈ മോനെ വിളിച്ച് പറയുന്നതിന് 2-3 ദിവസം മുമ്പ് രാത്രി ഇവർ ഞാനും അവർ ഒരു കട്ടിലാണ് കിടന്നത്. എന്നെ തട്ടി വിളിച്ചിട്ട് പറഞ്ഞ് ഞാൻ ഇനി 3 ദിവസത്തിനകത്ത് പോവും. അപ്പം ഞാൻ തമാശ പോലെ ഞാൻ പറഞ്ഞ് ഇങ്ങനെ ചിലപ്പോഴൊക്കെ ചുമ്മാ തമാശയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ചുമ്മാ ആയിരിക്കും എവിടെ പോകണം ഈ രാത്രി എന്ന് ഞാൻ പറഞ്ഞങ്ങ്. എന്നാൽ ഞാൻ ഇത് സമാധിയുടെ കാര്യം എനിക്ക് ഓർമ്മയില്ല. മോൻ്റെ അടി പറഞ്ഞിരുന്നു. ഞാൻ കരയെന്ന് പറഞ്ഞാൽ മോൻ്റെ അടി പറഞ്ഞെങ്കിലും ഈ സമാധി ആവണ സമയത്ത് മോൻ്റെ അടി പറഞ്ഞ് കോവിലിൽ കയറി. ഇതിനിടയ്ക്ക് ഒരു 10-40 ദിവസം പൂജ മോൻ അഭിഷേകം എല്ലാം ചെയ്യും. ഇവർ കർപ്പൂരം കാണിച്ച് ഭഗവാന് അർപ്പിച്ച് നിവേദ്യം കൊടുക്കും. ഈ സമാധി ആവുന്നതിൻ്റെ അടുത്തുകൊണ്ടിരുന്ന സമയത്ത് അപ്പം നാട്ടുകാർ ദർശനം തന്നപ്പം ഞങ്ങൾ പറഞ്ഞു ഇത് ക്ഷേത്രത്തിനകത്തുള്ള പൂജയാണ്, വെളിയിലുള്ളവർക്ക് ദർശനമില്ല. സത്യം അതാണ്. വെളിയിൽ ദർശനമില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ ആർക്കും തൊഴാൻ കൊടുത്തില്ല. അപ്പം ക്ഷേത്ര തന്ത്രിക്കും ക്ഷേത്ര മൂർത്തികൾക്കും 33 കോടി ദേവാദികളുടെ പവറാണ് എൻ്റെ ഭർത്താവ് അവിടെ ചെന്നിരുന്ന് ഈ പൂജയുടെ ഫലങ്ങളുണ്ടാക്കിയത്. എന്ന് വെച്ചാൽ ഞാൻ പോയി കഴിഞ്ഞാലും ഈ ക്ഷേത്രം എൻ്റെ മോന് പൂജ കൊടുത്താലും ഉള്ളാലും നമുക്ക് പൂജിക്കാൻ പറ്റൂലല്ലോ. അപ്പം ഇതിൻ്റെ വിളക്കണയരുത്, ശിവൻ്റെ പൂജ വിളക്കണയിൽ എന്നുള്ള ഉദ്ദേശം വെച്ചാണ് ആ പൂജയ്ക്ക് കയറിയത്. പക്ഷേ എല്ലാ പൂജയും തൊട്ടിയെടുത്ത് അഭിഷേകം ചെയ്യാൻ ഒന്നും ചെയ്തില്ല. അതൊക്കെ പോറ്റി ചെയ്തു. പോറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ മോനാണ്. അപ്പം ഈ പോറ്റി മഹേശ്വരൻ നമ്പിയുടെ അടിച്ചൊന്നും പൂജയും പഠിച്ചു. അങ്ങനെയാണ് വെറുതെ പോറ്റിയായിട്ട് കാര്യമല്ല. ഈ ക്ഷേത്രം എൻ്റെ ഭർത്താവിനെ റെസ്റ്റാക്കി വെച്ചു. ചെയ്യേണ്ട രേഖകളെല്ലാം ഉണ്ട്. ക്ഷേത്രം എല്ലാം അറിയിക്കുക. അച്ഛന്ന് സമാധി ഇരുന്നില്ല. ആദ്യം നടന്ന് ധ്യാനത്തിനാണ് പെയ്യത്. നാട്ടുകാർക്കെന്നുള്ള ലെവലിൽ രാവിലെ വാൾപോസ്റ്റ് ഒട്ടിച്ചപ്പോഴാണ് എല്ലാവരും ഞാൻ എന്ന വണ്ടിയും കൊണ്ടുപോയി. ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നു. വീട്ടിൽ വിളിച്ചു പറഞ്ഞ് ഇപ്പം നേരത്തെ ഞാൻ വന്നതാണ് വണ്ടിയും കൊണ്ട്. അപ്പോഴെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒട്ടിച്ചിട്ട് ആൾക്കാർ വന്നപ്പോൾ അവരെയൊക്കെ ഒരുപാട് ഭീഷണിപ്പെടുത്തി. ഇത് കണ്ടും കൊണ്ട് വന്ന ഫോണിലൊക്കെ ഇട്ടിരുന്നു കോപസ്വാമി മരിച്ചുപോയി എന്നും പറഞ്ഞ് ഫോണിലിട്ടിരുന്നു. അങ്ങനെയാണ്. അപ്പോൾ അച്ഛനും ഇവനും അവൻ്റെ ചേട്ടനും കൂടി ഡെയിലി ഇവിടെ രാത്രി പ്രശ്നമാണ്. എന്താണ് പ്രശ്നം എന്നൊക്കെ അറിഞ്ഞൂടെ. രാത്രി എന്നും പ്രശ്നമാണ്. അപ്പോൾ അത് ഇത് വയ്ക്കാൻ എന്ന് പറഞ്ഞാൽ ഈ കോവിൽ വയ്ക്കുന്ന സമയത്ത് നാഗര വയ്ക്കാനെന്നും പറഞ്ഞാണ് ഇത് സ്ലാപ്പടിച്ചിട്ടിരുന്നത്. ഒരു ചെറിയ സ്ലാപ്പടിച്ചിട്ടിരുന്നത്. പിന്നെ നാഗര ഇപ്പോൾ അവിടെ വെച്ച് ഒരാൾ ഫ്രീ ആയിട്ട് വസ്തു കൊടുത്ത് അവിടെ വെച്ച്. അതിനുശേഷം ഇവർ എന്തിനാണ് ചെയ്തത് നമുക്ക് തന്നെ പിടി കിട്ടണില്ല. കോവിൽ തുറക്കണില്ല. അവൻ വലിയ സാമ്യം പറയണം. എന്തൊരു സാമ്യം എന്തോ ഇവൻ പ്ലംബറും മകൻ പ്ലംബർ. ഇങ്ങനെ കൂലിപ്പണിക്കാരനായിരുന്നു. പ്ലാവളയാണ് താമസിച്ചിരുന്നത്. പ്ലാവള പൂവാർ റോട്ടിലും സ്കൂളിൻ്റെ താഴെയാണ് താമസിച്ചിരുന്നത്. അവിടെ ഒരു സുപ്രഭാതത്തിൽ 7 പേരെ ഒറ്റ ദിവസം അയ്യോനോൻ്റെ അനിയനും കൂടി വെട്ടി. 6 ആണുങ്ങളെയും ഒരു സ്ത്രീയെയും വെട്ടി അവിടെ നിന്ന് ഒളിച്ചോടി. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ആറാലുമുട്ടി വന്ന് കുറച്ച് സ്ഥലം മാറ്റി അവിടെ വീട് വെച്ച് അവിടെ ഉള്ള മുസ്ലിങ്ങൾ ഇവനുമായിട്ട് എന്നും പ്രശ്നം. പിന്നെ അവിടെ അഴിയായി.
പിന്നെ ആറന്മുള തീവെപ്പ് കേസിലൊക്കെ പ്രതിയാണ്. പിന്നെയാണ് പിന്നീട് ഇവിടെ വാങ്ങിച്ച് ഇവിടെ വീടും വെച്ച് അതിനെ അവിടെ വിറ്റിട്ട് ഇവിടെ വീടും വെച്ച് കോവിലും വെച്ച് ഇവിടെ കിടക്കുകയാണ്. ബാക്കിയുള്ള സിറ്റുവേഷൻ നമുക്ക് അറിഞ്ഞൂടെ. ഈ ഇടയ്ക്ക് എന്തോ ആളുകൾ വരാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള പിള്ളേർ ഇതുപോലത്തെ ഡ്രസ്സ്, പെൺപിള്ളേർ ഇതുപോലത്തെ ഡ്രസ്സല്ലേ ഇടുന്നത്. അവരോട് പണ്ടത്തെ പോലെ സാരിയും ഉടുത്ത് ബ്ലൗസ് ഇട്ടുകൊണ്ട് വരാൻ പറഞ്ഞാൽ ഇവിടെ ആര് വരും? ഇവിടെ ആരും വരില്ല. ആണുങ്ങൾ പാൻ്റ് ഇടാൻ പാടില്ല. ഇപ്പോൾ പാൻ്റ് ഇടാതെ ആരുണ്ട്? എല്ലാവരും പാൻ്റാണ്. ഇവിടെ പാൻ്റ് ഇടാൻ പാടില്ല, അവർ ചുരിദാർ ഇടാൻ പാടില്ല. ആരെയും തന്നെ പൂട്ടിയിട്ടേക്ക് അങ്ങോട്ടും ചെല്ലുമ്പം ആര് പൂജ വല്ലപ്പോഴും കൂടി പാതിരാത്രി 3 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ ശംഖ് ഊതും, ഈ ബെല്ലടിക്കും, ഇത്ര തന്നെ. വേറെ പൂജയൊന്നുമില്ല. ഉത്സവം ഒരു പ്രാവശ്യം ഉത്സവം നടത്തി. അത് ഇത് തുടങ്ങിയിട്ട് തന്നെ ഉത്സവം നടത്തിയിട്ട് ഒരു 10 കൊല്ലമെങ്കിലും വരും. സംശയം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ സമാധി ഇരുന്നെങ്കിൽ 10 ആളുകളെ വിളിച്ചിട്ട് ഇതുപോലെ സമാധി ഇരിക്കുകയാണ്, എല്ലാവരും കൂടി സഹകരിക്കണം എന്ന് പറഞ്ഞത് ചെയ്യാനല്ല. ഇത് ഞങ്ങളെല്ലാം പറയണത് സമാധിയല്ല, അങ്ങേക്ക് സമാധി ഇരിക്കണമെന്ന് പറഞ്ഞു. യുവമാർ വല്ല ഗുളിക എല്ലാം കൂടി കൊടുത്തപ്പോൾ ബോധാശയം വന്നു. തൂക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവച്ചിട്ട് ചിലാപ്പിട്ടപ്പോൾ ഉയിര് പോയി. ഇതാണ് സംശയം. വെളുപ്പാങ്കത്ത് 2 മണിക്ക് അവിടെ കനൂരി കോവിൽ പെണ്ടാട്ടിയും മാപ്പിളക്കൂടി വരും. അവിടെ വിളക്കും കത്തിച്ചിങ്ങി പോരും. അല്ലെങ്കിൽ 3 മണി 2 മണിക്ക് റെക്കോർഡ് ഇടും. ഇപ്പോൾ അതേ ഇല്ല. ഇങ്ങനെ ഇവിടെ ഈ മരിക്കുള്ളത് ഇതുവരെ നമുക്ക് അറിയാൻ ഒക്കില്ല. മരിക്ക് ഇതുമ്പോ ജനങ്ങൾ അറിയോ എന്നല്ല. അപ്പുറം 10 ആൾക്കാരെ വിളിച്ച് ചെയ്തിരുന്നെങ്കിൽ ഇത് പ്രശ്നം വരില്ലായിരുന്നു. ഇത് ആരും അറിയണ്ട എന്നും പറഞ്ഞ് ആരും കാണാൻ പാടില്ല എന്നാണ്. അതെന്തൊരു ന്യായമാണ്? ആരാണ് ഏത് സ്വാമിയാണ് പറയണത് ആരും കാണാൻ പാടില്ലെന്ന്? ആരും കാണാൻ പാടില്ല, അതുകൊണ്ടാണ് ആരെയും അറിയിക്കാത്തതെന്നാണ് പറയണത്.